ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 21-ാമത്തെ വാക്യമാണ് നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ടുള്ളത്. 21-ാമത്തെ വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോഴും നാം ഈ കാര്യത്തെക്കുറിച്ച് ചുരുക്കമായി പഠിച്ചതാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ എന്ന് നമ്മൾ വായിക്കുന്നു. നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. അപ്പോൾ ഈ രണ്ട് ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു പദം എന്ന് പറയുന്നത് മക്കളെ കോപിപ്പിക്കരുത് എന്നാണ്. കോപിപ്പിക്കരുത്. കോപിപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അവര് അധൈര്യപ്പെട്ടു പോകും. അതായത് അവര് ഒരു പക്ഷേ പ്രയോജനമില്ലാത്തവരായി, ഗുണമില്ലാത്തവരായി അത് തീർന്നു പോകും എന്നുള്ളതാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തില് അവരെ കോപിപ്പിക്കരുതെന്ന് മാത്രമല്ല, കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പോറ്റി വളർത്തേണ്ടതും ആവശ്യമാണ്. നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ 2 കൈകളിൽ എടുത്തുകൊണ്ട് നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലും നമ്മളോടുള്ള പൂർണ്ണ സമർപ്പണത്തിലും നമ്മളുടെ സഹായത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് മാതാപിതാക്കന്മാർക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നത്. മറ്റ് മൃഗങ്ങൾക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചില നിമിഷങ്ങളോ അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം എഴുന്നേറ്റ് ഓടി ചാടി നടന്ന് ജീവിക്കുന്നത് പോലെയല്ല. അതെന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചില ദീർഘകാലത്തെ ആശ്രയ ജീവിതം കൊടുത്തിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഈ കുഞ്ഞുങ്ങളെ നല്ല ഒരു നിലയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു അവസരമാണ് മാതാപിതാക്കന്മാർക്ക് ദൈവം അതുവഴി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യം മൃഗങ്ങൾക്കില്ല. മൃഗങ്ങൾ അവരുടെ ജന്മവാസനകളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. ഒരു കുഞ്ഞിനെ നമുക്കറിയാം, ഒരു പശു പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ പിന്നെ പാല് കുടിക്കാനായിട്ട് ഒന്നും പ്രത്യേകിച്ച് പരിശീലനമൊന്നും ആവശ്യമില്ല. ആ കുഞ്ഞ് തപ്പിച്ചെന്ന് അമ്മയുടെ പാൽ കുടിച്ച് അങ്ങനെ അങ്ങ് വളർന്നുകൊള്ളും. എന്നാൽ മനുഷ്യ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ പോറ്റി വളർത്താനും അതുപോലെ തന്നെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്താൻ വേണ്ടി ദൈവം അങ്ങനെ വളർത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുടെ അടുക്കിലേക്ക് ഒരു കുഞ്ഞിനെ തരുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള സമ്പൂർണ്ണ ഉത്തരവാദിത്തം മാതാപിതാക്കന്മാർക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി അവരൊരു സ്വയപ്രാപ്തിയിലേക്ക് വരുന്നത് വരെ നമുക്കതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കാം: ആ പ്രാപ്തി എന്ന് പറയുന്നത് അവരെ വിവാഹം ചെയ്ത് പുതിയൊരു കുടുംബമായി അവർ തീരുന്നത് വരെ അവരുടെ കാര്യത്തിലുള്ള താല്പര്യവും എല്ലാം അവരുടെ മാതാപിതാക്കന്മാർക്കാണ്. ആ ഉത്തരവാദിത്വവും അവർക്കുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അവർ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കേണ്ടതും ആവശ്യമാണ്. ഈ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും, ഇവിടെ ബാലശിക്ഷ, പത്യോപദേശം, ഉപദേശവും ശിക്ഷയും അല്ലെങ്കിൽ ശിക്ഷണവും, ഇങ്ങനെ 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഇതിനകത്ത് ഈ ഉപദേശവും ശിക്ഷയും ഇത് രണ്ടും മക്കളുടെ അടുത്ത് പാടില്ല. മക്കൾ അവര് സ്വതന്ത്രമായി വളരട്ടെ എന്ന് പറയുന്നതായ ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു പ്രമാണമാണ് ഇന്ന് അനുവർത്തിച്ചു പോരുന്നത്. പ്രിയമുള്ളവരെ, അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇന്ന് വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന, ഈ ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന, അത് പഠിപ്പിക്കുന്നതായിട്ടുള്ള അനേകം ആളുകളും മക്കളെ ശിക്ഷിക്കുന്നതോ മക്കളെ ഉപദേശിക്കുന്നതോ എന്തോ വലിയൊരു അപരാധമാണ് എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. ബൈബിളിൽ വളരെ വ്യക്തമായ കൃത്യമായ നിർദ്ദേശങ്ങൾ അത് സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സഭയിലാണെങ്കിലും വൃദ്ധമാരായിട്ടുള്ള ആളുകൾ യൗവനക്കാരത്തികളെയും
വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ യൗവനക്കാരെയും പരിശീലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത്, ശിക്ഷണം എന്ന് പറയുന്നതും അതുപോലെ തന്നെ പത്യോപദേശം എന്ന് പറയുന്നതും ഒക്കെ ആകാത്ത ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് ആദ്യമേ അത് ലഭിക്കുന്നത് അവരുടെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നാണ്. പിന്നെ ഒരു നല്ല പ്രമാണമുള്ള മൂല്യങ്ങളുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആ മൂല്യങ്ങളൊക്കെയും കണ്ടുപഠിക്കും. അത് അവരെ അങ്ങനെ വളർത്തുന്നതിൽ വളരെ സഹായകരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ മക്കളെ പത്യോപദേശത്തിൽ വളർത്തണമെന്ന് പറയുമ്പോൾ അതിൽ വരുന്നതായിട്ടുള്ള പ്രധാന ഒരു ഭാഗം, ആ മക്കൾ ഏതെല്ലാം നിലയിൽ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുക, അവർ നിങ്ങളുടെ ജീവിതം കണ്ടു മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കണം, അവരെ കരുതണം എന്നൊക്കെ മക്കൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കന്മാർ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും കണ്ടുകൊണ്ടാണ്. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നത് അവര് അങ്ങനെ ഉപദേശിക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് അവരുടെ മാതാപിതാക്കന്മാർ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് അവര് കണ്ടുകൊണ്ടുകൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് ഉപദേശമായി കൊടുത്താൽ അത് ഒരു വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ആള് ചാരിത്രത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മദ്യപാനിയായിട്ടുള്ള മനുഷ്യൻ മദ്യപാനത്തിനെതിരെ പ്രസംഗിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുക, അവരെ പത്യോപദേശത്തിലൊക്കെ പോറ്റി വളർത്തുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു കാര്യം മക്കൾക്ക് അനുകരിക്കത്തക്കതായ എല്ലാ നിലയിലുമുള്ള ഒരു ജീവിത മാതൃകയുള്ള ആളുകളായിരിക്കണം മാതാപിതാക്കന്മാർ എന്നുള്ളതാണ്. പിന്നെ കോപിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഒരു വാക്കിനോട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മാതാപിതാക്കന്മാർ പൊതുവിൽ മക്കളെ കോപിപ്പിക്കുന്നത്, നമ്മുടെ പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിൽ കോപിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് ചിന്തിക്കുന്നത് മക്കളെ വളർത്തുന്നതായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഈ മേഖലയിൽ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതായിട്ടുള്ള ആളുകൾക്കും സഹായകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് മക്കളെ കോപിപ്പിക്കുന്നത്? ഒന്ന്, ദൈവവചനപ്രകാരമല്ലാത്തതായ കാര്യങ്ങൾ അവരിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിത മാതൃകയും അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളും, പ്രത്യേകിച്ച് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കാൻ താല്പര്യവും കാണിക്കുന്നതായിട്ടുള്ള മക്കളാണെങ്കിൽ അവരുടെ അടുക്കൽ വചനപ്രകാരമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് കോപം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ കോപിക്കപ്പെടുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, മക്കളെ ശിക്ഷണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശിക്ഷണത്തിലുള്ള ഒരു കാര്യമാണ് ശിക്ഷ എന്ന് പറയുന്നത്. മക്കൾക്ക് ശരി തെറ്റുകളെ കുറിച്ചുള്ള വചനപരമായിട്ടുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുകയും തെറ്റിപ്പോയാൽ സംഭവിക്കാവുന്ന കാര്യത്തെക്കുറിച്ചും അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ മുമ്പേ കൊടുക്കുകയും ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും കൊടുക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ മക്കൾ തെറ്റിപ്പോയാൽ അവർക്ക് ഒരു ശിക്ഷ എന്ന് പറയുന്നത് കൊടുക്കുവാനായിട്ട് പാടുള്ളൂ. അങ്ങനെ കൊടുക്കാത്ത പക്ഷം അത് മക്കളെ കോപിപ്പിക്കുന്നതിന് തുല്യമാണ്. കാരണം മക്കൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു എങ്കിൽ അത് അവരുടെ കുറ്റമല്ലല്ലോ, അത് പരിശീലിപ്പിക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നന്മയും തിന്മയും ഒക്കെ വചനപ്രകാരം പറഞ്ഞു കൊടുക്കാതെ ഒരാൾ തെറ്റിപ്പോകുമ്പോൾ ആ തെറ്റിനെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് മക്കളെ കോപിപ്പിക്കുന്നതിന് ഒരു കാരണമാണ്. പിന്നെ മക്കളെ കോപിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത്, അവർക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ പോലും അത് ഒരു യോഗ്യമായിട്ടുള്ള ശിക്ഷ അല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അയോഗ്യമായ ശിക്ഷ, അവർ ചെയ്ത തെറ്റിന് ആനുപാതികമല്ലാത്തതായിട്ടുള്ള ശിക്ഷ. അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അതുപോലെ തന്നെ മർദ്ദിക്കുക, അതൊക്കെ ഒരു പീഡനം എന്നുള്ള നിലയിലാണ്. അതല്ലാതെ ഒരു ശിക്ഷണം എന്നുള്ള നിലയിൽ അല്ല അതിരിക്കുന്നത്. അത് മക്കളെ അധൈര്യപ്പെടുത്തുവാനും കോപിപ്പിക്കുവാനും ഇടയുള്ളതായ കാര്യങ്ങളാണ്. പലപ്പോഴും മക്കളെ ആളുകൾ ശിക്ഷിക്കുന്നത് അവരുടെ ദേഷ്യം തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. മക്കൾ തെറ്റിപ്പോയാൽ നമ്മളുടെ ആ ദേഷ്യം, കോപം ഒന്ന് ഉണ്ടെങ്കിൽ
ആ കോപം ഒന്ന് അടങ്ങിയിട്ട് അവരെ ശിക്ഷിക്കുന്നതാണ് പലപ്പോഴും യോഗ്യം. അങ്ങനെ ഒരു ശിക്ഷ മാത്രമേ അത് ബാലൻസ്ഡ് ആയിട്ട് തീരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ശിക്ഷ ഒരിക്കലും പീഡനമോ മർദ്ദനമോ ആയി പോകുവാനായിട്ട് പാടില്ല എന്നുള്ളത് ഓർക്കണം. പിന്നെ മക്കളെ കോപിപ്പിക്കുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മറ്റ് മക്കൾ സ്വന്തം കുടുംബത്തിലോ അല്ല എങ്കിൽ അയൽപക്കത്തോ ബന്ധത്തിലോ ഉള്ളതായ മറ്റ് മക്കളുമായിട്ട് സ്വന്തം മക്കളെ താരതമ്യം ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു 99% മാതാപിതാക്കന്മാരും പരാജയപ്പെടുന്നതായിട്ടുള്ള ഒരു മേഖലയാണിത്. മക്കളെ തമ്മിൽ താരതമ്യം ചെയ്യുക. പ്രിയമുള്ളവരെ, എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ പ്രത്യേകമായ സൃഷ്ടികളാണ്. നമുക്ക് ഒരു കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞുമായിട്ട് താരതമ്യം ചെയ്ത് അവരിൽ നിന്ന് നമുക്ക് അവകാശപ്പെടുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. ഓരോരുത്തരും ദൈവത്തിന്റെ പ്രത്യേകം സൃഷ്ടികളാണ്. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കൃപയും താല്പര്യങ്ങളും കഴിവുകളും ഒക്കെ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതായ നൈസർഗികമായിട്ടുള്ള കഴിവുകൾക്ക് അനുസരിച്ചല്ലാതെ അവരെ നമ്മൾ വിലയിരുത്തുവാനോ അവരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുവാനായിട്ടോ പാടില്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ അവരുടെ മേൽ വരുമ്പോൾ അത് അവർക്ക് വലിയ മാനസികവും വൈകാരികവുമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുകയും അവർ അതിൽ പരാജയപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോവുക, അധൈര്യപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കോപവും അതിനെ തുടർന്ന് അധൈര്യപ്പെട്ടു പോകുന്നതായിട്ടൊരു അവസ്ഥയും ഉണ്ടാകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മക്കളെ ശിക്ഷിക്കുമ്പോൾ അവരോട് നമുക്ക് സ്നേഹമുണ്ട് എന്നുള്ളതും കൂടെ അവരുടെ മനസ്സിൽ ഉറപ്പായിരിക്കേണ്ടതായ കാര്യമാണ്. നാം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്നാണ്. ഇന്ന് അനേകം മാതാപിതാക്കളും അവരുടെ മക്കളെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷിക്കുന്നതിൻ്റെ പിന്നിലെ അവരുടെ വികാരം എന്ന് പറയുന്നത് അവരുടെ മക്കളോടുള്ള അവരുടെ സ്നേഹവും അവരുടെ നന്മയുമാണ് എന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, പൊതുവെ അമ്മമാർ കുറച്ചുകൂടി ആ മേഖലയിൽ കുഴപ്പമില്ലാത്തവരാണെങ്കിലും അപ്പന്മാർ പൊതുവെ മക്കളോടുള്ള സ്നേഹത്തെ ഉറപ്പിച്ചു കൊടുക്കാതെ ശിക്ഷിക്കാനുള്ള ആളുകളായിട്ട് അവർ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് അമ്മമാരെ ശിക്ഷ ഏൽക്കാതെയോ അല്ലെങ്കിൽ അമ്മമാരെ ശിക്ഷിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കൂടി അപ്പന്മാർ ഏറ്റെടുക്കുമ്പോൾ അപ്പന്മാർ ഒരു പോലീസിന്റെ റോളാണ് വീട്ടിൽ നയിക്കുന്നത്. അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. അപ്പന്മാർ മക്കളെ ശിക്ഷിക്കുമ്പോൾ തന്നെ സ്നേഹം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനമായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനമായിരുന്നാൽ മാത്രം പോരാ, അത് കുഞ്ഞുങ്ങൾക്ക് ബോധ്യമാകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, മക്കളെ കോപിപ്പിക്കുന്നതും അധൈര്യപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യം, അവരുടെ കഴിവുകൾക്കപ്പുറം നമുക്ക് അവരിൽ നിന്നും ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് നാം ഒരു ഉദാഹരണമായിട്ട് ചിന്തിച്ചാൽ, 10 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ തലയിൽ ഒരു 25 കിലോ എടുത്ത് കൊടുത്ത് അതുമായിട്ട് പോകാൻ പറഞ്ഞാൽ ആ കുഞ്ഞിന് ഒരിക്കലും അത് സാധിക്കുകയില്ല. ആ കുഞ്ഞിൻ്റെ പ്രാപ്തിയും അതുപോലെ തന്നെ കഴിവുകളും ഒക്കെ അനുസരിച്ചിട്ട് വേണം അവരിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെടുവാനായിട്ട്. പഠനത്തെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും നമുക്കറിയാമല്ലോ, മക്കളുടെ ബുദ്ധിശക്തിയും അവരുടെ അനലിറ്റിക്കൽ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെ വിശകലനം ചെയ്യുവാനായിട്ടുള്ള കഴിവ്, അവരുടെ ബുദ്ധിശക്തി, അവരുടെ ഓർമ്മശക്തി, ഇതെല്ലാം വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ബുദ്ധിശക്തി ഉള്ളവർ അല്ലെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ ഉള്ള ആളുകളാണ് ലോകത്തിലുള്ള എല്ലാവരും. അതിബുദ്ധിമാന്മാർ കാണും, എന്നാൽ അതിനേക്കാൾ വളരെ താഴ്ന്നുള്ള ആളുകളൊക്കെയും കാണും. നമുക്കറിയാമല്ലോ, മന്ദബുദ്ധികളായിട്ട് നമുക്ക് അനേക കുഞ്ഞുങ്ങളെ ലോകത്ത് കാണാനായിട്ട് കഴിയും. ഈ മന്ദബുദ്ധികളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, നമ്മളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും. എന്നാൽ മന്ദബുദ്ധി അല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെല്ലാം എല്ലാ കുഞ്ഞുങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കണം എന്ന് വെച്ചാൽ അത് തികച്ചും അയോഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവരവരുടെ കഴിവുകളും പരിമിതികളും പരിധികളും ഒക്കെ അറിഞ്ഞു വേണം മാതാപിതാക്കന്മാർ ആവശ്യപ്പെടുവാൻ. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അവർ അധൈര്യപ്പെട്ടു പോകാനും കോപിക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന മേഖല, ആളുകൾ തെറ്റിപ്പോകുന്നൊരു മേഖല എന്ന് പറയുന്നത്, മക്കളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് ഒരു അകൽച്ച തുടർന്നും കാണിക്കുക എന്നുള്ളതാണ്. അതും ഒരിക്കലും ശരിയല്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ശിക്ഷ കൊടുത്താൽ അത് അവിടം കൊണ്ട് അവസാനിച്ച് അടുത്ത നിമിഷം മുതൽ ആ ഒരു ശരിയായ ബന്ധത്തിലേക്ക്, മക്കളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക്
നമ്മൾ വരേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ അവര് നിരാശപ്പെട്ടു പോകുവാൻ, അധൈര്യപ്പെട്ടു പോകുവാൻ, അവരുടെ ജീവിതത്തിൽ അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരിക്കലും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അങ്ങനെയുള്ള ആളുകളോട് പെരുമാറുവാനായിട്ട് പാടില്ല, കുഞ്ഞുങ്ങളോട് പെരുമാറുവാനായിട്ട് പാടില്ല. പിന്നെ ദൈവമക്കൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഈ പത്യോപദേശത്തിൽ വളർത്തണമെന്ന് പറയുന്ന ആ കാര്യത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമുക്ക് വളരെ താല്പര്യമുണ്ട്. അവരെ ഫിസിക്സും കെമിസ്ട്രിയും ചരിത്രവും ബയോളജിയും ഒക്കെ നമ്മൾ പഠിപ്പിക്കും. അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂഷനൊക്കെ എടുത്തു കൊടുത്ത് പഠിപ്പിക്കും. അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കൊണ്ടാവുന്നതായിട്ടുള്ള എല്ലാ മേഖലകളിലും നമ്മൾ അത് ചെയ്യും. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മാതാപിതാക്കന്മാർ പൊതുവെ അത്ര ശ്രദ്ധയുള്ളവരല്ല. അല്ലെങ്കിൽ മറ്റ് സെക്കുലർ വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെയുള്ള ഒരു താല്പര്യം മക്കളുടെ ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ശരിയല്ലാത്ത ഒരു കാര്യമാണ്. പത്യോപദേശത്തിൽ അവരെ വളർത്തണം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ മാതാപിതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മാതാപിതാക്കന്മാർക്ക് മാത്രമല്ല, മറിച്ച് സഭയ്ക്കും അതിനകത്തൊരു പങ്കുണ്ട് എന്നുള്ളത് ഓർക്കണം. മാതാപിതാക്കന്മാർ എല്ലാവരും ഒരുപോലെ പ്രാപ്തിയുള്ളവരല്ല. എന്നാൽ മാതാപിതാക്കന്മാരുടെ പ്രാപ്തി കുറവോ അവരുടെ ബലഹീനതകളോ പ്രത്യേകമായിട്ടുള്ള അവസ്ഥകളോ മനസ്സിലാക്കി ആ ഒരു സ്ഥാനത്തേക്ക് സഭയിലെ സഹോദരന്മാർ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്മാർ ആ മേഖലയിലേക്ക് കടന്ന് മാതാപിതാക്കന്മാർക്ക് ഒരു തുണയായിട്ട് നിന്നുകൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ വളരെ ഏറ്റവും പ്രാധാന്യത്തോടെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യം, ഈ മക്കളെ വളർത്തുന്നതിൽ ഈ വചനത്തിലെ പ്രമാണങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള ആളുകൾ, അതായത് മറ്റ് മതങ്ങളിലോ വിശ്വാസങ്ങളിലോ വിശ്വാസമൊന്നുമില്ലാത്ത നിരീശ്വരവാദികളോ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ മക്കളെ വളർത്തുന്നതിൽ വളരെ പ്രായോഗികമായിട്ടുള്ള പല സമീപനങ്ങളും അവരെടുക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അനേക കുടുംബങ്ങളിലും മക്കൾ നല്ല നിലയിൽ വളർന്നു വരുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ മക്കളെ പരിശീലിപ്പിക്കുന്നതിലും വളർത്തുന്നതിലും വലിയ പരാജയങ്ങളും അതിൻ്റെ ഫലമായിട്ട് മക്കൾക്കും മാതാപിതാക്കന്മാർക്കും വലിയ ആജീവനാന്ത ആത്മീകമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള നിലയിലുള്ള കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു സാമാന്യ വിവേകവും ബോധവും ഉള്ളവർക്ക് പോലും നാം ചിന്തിച്ചതായിട്ടുള്ള, ഞാൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമല്ല, ഒരുപക്ഷെ അതിനകത്തൊക്കെ ഇനിയും പലർക്കും പലതും അതിനോട് ചേർക്കുവാനായിട്ട്, പുതിയ പുതിയ സാഹചര്യങ്ങൾ ചേർക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എന്നാൽ ഒരു പ്രായോഗിക ജ്ഞാനം, വിവേകം, സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ വളരെയേറെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ദൈവമക്കളായിരിക്കുന്ന ആളുകൾ ആത്മീകമായിട്ടുള്ള ഗുണങ്ങൾ കൂടി അതിനോട് ചേർക്കുകയും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് എത്രയോ മനോഹരവും നന്മയുമായിട്ട് തീരും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഒരു കുടുംബത്തിൽ മക്കൾ, മാതാപിതാക്കന്മാർ, ഭാര്യ, ഭർത്താവ്, ഈ ബന്ധങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ ബന്ധങ്ങൾ ഒരു ദൈവവചന പ്രകാരമാണ് എങ്കിൽ മാത്രമേ അവരുടെ ആത്മീക ജീവിതവും അവരുടെ സഭാ ജീവിതവും നന്നാകുകയുള്ളൂ. അത് മുമ്പോട്ട് ദൈവഹിതപ്രകാരം, ദൈവേഷ്ടപ്രകാരം കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭവനത്തിൽ മാതാപിതാക്കന്മാരും മക്കളും അവർ തമ്മിൽ അടിയും പിടിയും വഴക്കും ഒക്കെയാണ്. അതിനുശേഷം എങ്ങനെയാണ് ഒരു സഭയായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുക? അങ്ങനെയുള്ള പല കുടുംബങ്ങളിൽ ഒരു സഭയിൽ ഉണ്ടായാൽ ആ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. എൻ്റെ ഒരു സഭായോഗത്തിനിരിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെയും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അവരൊരു ദൈവ പൈതലാണ്. അവർക്ക് ദൈവസന്നിധിയിൽ അവരവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു നിലനിൽപ്പുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സഭായോഗത്തിൽ നാം ഇരിക്കുമ്പോൾ അവര് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മകൻ, മകൾ എന്ന് മാത്രവുമല്ല, അവർ ക്രിസ്തുയേശുവിൽ ഒരു പുതിയ സൃഷ്ടിയും ദൈവത്തിൻ്റെ ഒരു ദാസനുമാണ് എന്നുള്ളൊരു ബന്ധവും അതിനപ്പുറമായിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ ഭൗതിക ബന്ധങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വിധേയമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ,
നമ്മുടെ കുടുംബജീവിതങ്ങളിൽ വ്യക്തികൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും നമ്മളുടെ ആത്മീയ ജീവിതത്തിനും ആത്മീയമായി പ്രയോജനം ചെയ്യേണ്ടതിനും അതുപോലെ തന്നെ സഭയായിട്ട് നാം ഏറ്റവും യോഗ്യമായി മുമ്പോട്ട് പോകേണ്ടതിനും ഏറ്റവും അത്യാവശ്യമാണ്. ഈ മേഖലകളിൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.